സിന്ധു നദീജല കരാർ നമ്മൾ റദ്ദാക്കിയല്ലോ. പാകിസ്ഥാൻ വല്ലാതെ വലയും. പക്ഷേ പാകിസ്ഥാനെ സഹായിക്കാൻ ചൈന വിചാരിച്ചാൽ പറ്റുമോ? ചൈന വിചാരിക്കുന്നുണ്ട്. ചൈന മറ്റേ യുദ്ധത്തിലും ഇടപെട്ടിരുന്നു എന്നുള്ളത് നമ്മളുടെ സേനാധിപന്മാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. ഉപഗ്രഹ ഏർപ്പാടുകളും മറ്റ് സാധനങ്ങളും മാറ്റിക്കൊണ്ടുപോകാനും ഒക്കെ, ഈ വിമാനവേദ സംവിധാനങ്ങളും ഒക്കെ എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ ഇവർ ഖൈബർ പക്തൂൺഖ്വയിൽ മോഹ്മണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ POKയിൽ ഒരു ഡാമിൻ്റെ പണി അവരാരംഭിക്കാൻ പോകുന്നു. അല്ല, ഇത് ഈ പറഞ്ഞ ഡാമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പല്ലേ? അത് സിന്ദൂറിന് മുമ്പേ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ വേഗം കൂട്ടി. അതെന്താന്ന് വെച്ചാൽ മെയ് 17-ാം തീയതി കഴിഞ്ഞ ദിവസം ഈ ചൈനീസ് സെൻട്രൽ TV-യിൽ, ചൈനീസ് സെൻട്രൽ ടെലിവിഷൻ, അവിടുത്തെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും, അതിലവർ പറഞ്ഞു നമ്മളിപ്പോൾ ഈ ഡാമിൻ്റെ പണി ഏതാണ്ട് തീർന്നിരിക്കുന്നു, ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ഒരു നാഴികക്കല്ലാണ് എന്ന് ചൈനീസ് ടെലിവിഷൻ പറയണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കൊരു സന്ദേശം എന്നുള്ള നിലക്കാണ് പറയുന്നത്. നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അതാണ്, നിങ്ങൾ ഈ നദീജലം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു, അപ്പം ഞങ്ങളും ചില പണി അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ മെയ് 17-ന് ചൈനീസ് സെൻട്രൽ TV സംപ്രേഷണം ചെയ്തത് വെച്ചിട്ട് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇന്നലെ. അതിലാണ് ഈ ഡാമുകളുടെ പണി, അതായത് ഇന്ത്യക്ക് ഒരു മറുപടി ചൈനയുടെ ഭാഗത്തു നിന്ന് പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു. അതും ഖൈബർ പക്തൂൺഖ്വയിലാണല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്താണ് ചൈന ഇടപെടുന്നത്, ബലൂചിസ്ഥാനിലും മറ്റിടത്തും. എന്നിട്ട് ചൈന സ്വന്തം പട്ടാളത്തിന് നിയോഗിക്കുമല്ലോ അവിടെ ഇതൊക്കെ സംരക്ഷിക്കാൻ, ഡാം സംരക്ഷിക്കാനും ഒക്കെ. അപ്പോൾ സ്വാത്ത് എന്ന് പറഞ്ഞ നദിയിലാണ് ഈ ഡാം പണിയുന്നത്. ഇത് ഹിന്ദുക്കുഷ് പർവ്വതത്തിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്, എന്നിട്ട് സിന്ധുവിൽ വന്ന് ചേരും. അപ്പോൾ ഇത് സിന്ധു നദിയായിട്ട് മാറും. സിന്ധുവിൻ്റെ പോഷക നദിയാണ്. അതാണ്. അപ്പോൾ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പണി എന്നുള്ളതാണ്. അതാണ് ചൈന സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ ജലം വഴി തിരിച്ചു വിടുന്ന മുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ മുകളിലാണ് ഡാം വരുന്നത്. അതായത് ഈ ഹിന്ദുക്കുഷ് പർവ്വതത്തിൽ നിന്ന് ഈ സ്വാത്ത് നദി ഒഴുകി തിരിഞ്ഞു പോകുമല്ലോ സിന്ധുവിലേക്ക്, ആ തിരിവിലാണ് ഈ ഡാം വരുന്നത്. അപ്പോൾ അവിടെ മോഹ്മണ്ട് ട്രൈബൽ ഡിസ്ട്രിക്റ്റ് എന്നാണ് പറയുന്നത്. ഗോത്രക്കാർ ധാരാളം വസിക്കുന്ന ജില്ലയാണ് ഈ മോഹ്മണ്ട്, ഈ ഡാം വരുന്ന സ്ഥലം. 213 മീറ്റർ ഉയരമുണ്ട് ഡാമിന്. 1.239 മില്യൺ ഏക്കർ ഫീറ്റ് സംഭരണ ശേഷി ഡാമിനുണ്ട്. അവർ പറയുന്ന ന്യായം, ഡാം പണിയുന്നതിന് വെള്ളപ്പൊക്കം തടയുക, 16,737 ഏക്കർ നനയ്ക്കുക സ്ഥലം. നമ്മൾ ഈ വെള്ളം കൊടുക്കാതിരുന്നാൽ നനയില്ല എന്നാണല്ലോ നമ്മുടെ ധാരണ. അങ്ങനെയല്ല, ഞങ്ങൾ നനയ്ക്കും എന്നാണ് ചൈന പറയുന്നത്. അതാണ് ഈ കണക്കുകളുമൊക്കെ അവർ തെളിയിക്കുന്നത്. പിന്നെ ജലവൈദ്യുത പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വൈദ്യുതിയും മുടങ്ങത്തില്ല. വൈദ്യുതിയും ഉണ്ട്. ഇത് 2019 പണി തുടങ്ങിയതാണ്. ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത് ഈ കൊല്ലം ഡിസംബറിൽ ഇത് തീരും എന്നും വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസംബറിൽ. അപ്പം നിങ്ങൾ തടഞ്ഞതുകൊണ്ട്, നമ്മൾ തടഞ്ഞെങ്കിലും ഇത് നമ്മൾ കെട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഡാമുകൾ പണിയണമല്ലോ. അതുവരെ വെള്ളം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ഈ സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. 2862 ജിഗാവാട്ട് വൈദ്യുതി പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. 300 മില്യൺ ഗാലൻ കുടിനീർ ആളുകൾക്ക് കുടിക്കാനുള്ളത് ഇതിൽ നിന്ന് പ്രതിദിനം പെഷവാറിലേക്ക് എത്തും. ഖൈബർ പക്തൂൺഖ്വയുടെ തലസ്ഥാനമാണ് പെഷവാർ. അപ്പോൾ അവിടുത്തെ കുടിവെള്ള പ്രശ്നം ഇതുകൊണ്ട് പരിഹരിക്കും. അപ്പോൾ ഈ നദി ഉത്ഭവിക്കുന്ന സ്ഥലം ഇന്ത്യയുടേതാണ്. ഈ സ്വാത്ത്, സിന്ധു എന്നൊക്കെ പറയുന്നത് 1960 നമ്മുടെ കരാറ്, ജലവൈദ്യുത കരാറ്, നദീജല കരാർ
പാകിസ്ഥാനുമായിട്ടുള്ളതിൽ കിഴക്കൻ പുഴകൾ സത്ലജ്, ബിയാസ്, രവി അത് ഇന്ത്യക്ക്, പടിഞ്ഞാറൻ പുഴകൾ സിന്ധു, ജലം, ചിനാബ് ഇത് പാകിസ്ഥാന് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്രമായിട്ട്. ഇത് മുഴുവൻ പഞ്ചാബ് എന്ന് നമ്മൾ പേരിട്ടിട്ട് നമ്മുടെ ഇവിടുന്ന് പോകുന്ന നദികളാണിത്. അപ്പോൾ കറാച്ചി, ലഹോർ ഈ നഗരങ്ങളൊക്കെ സിന്ധു നദിയെ ആശ്രയിച്ചാണ്. 90% അവിടുത്തെ വിളകൾക്കും സിന്ധു നദിയിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത്. 1/5 വൈദ്യുതി ഇതിൽ നിന്നാണ്, സിന്ധുവിൽ നിന്നാണ്. 21 വൈദ്യുത പ്ലാന്റുകൾ സിന്ധു നദീതടത്തിലാണ് ഈ നഗരങ്ങളിലും പാകിസ്ഥാനിലുമായിട്ട്. ഇനി ഇതിന് പുറമെ പാക് അധിനിവേശ കശ്മീരിൽ POK ഒരു ഡാം ചൈന പണിയാൻ പോകുന്നു. POK നമ്മൾ പിടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലമാണല്ലോ, നമ്മുടെ കട്ടുകൊണ്ടുപോയത്. അവിടെ ചൈനയ്ക്ക് കുറെ സ്ഥലം നേരത്തെ പാട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ അവര് ഒരു ഡാം കൂടെ പണിയാൻ പോകുന്നത്. അവിടെ ഡയമർ ഭാഷ് എന്ന് പറഞ്ഞ ഡാമാണ് പണിയുന്നത്. ജലവൈദ്യുത പദ്ധതി അവിടെയും ഉണ്ട്. 2018 ഇമ്രാൻ ഒരു ക്രൗഡ് ഫണ്ടിങ് ഇതിനു വേണ്ടി നടത്താൻ ശ്രമം നടത്തിയിരുന്നു. പാകിസ്ഥാൻ സ്വയം ഡാം പണിയ ജലവൈദ്യുത പദ്ധതി ഉണ്ടാക്കുക. പക്ഷെ ക്രൗഡ് ഫണ്ടിങ് പൊളിഞ്ഞു. കാരണം പാകിസ്ഥാനിലൊക്കെ ദരിദ്രവാസികളാണല്ലോ, ആര് പണം കൊടുക്കാനാണ്. ഇപ്പോൾ അതുകൊണ്ട് ചൈന രംഗത്ത് വന്നു. ഞങ്ങൾ പണിതോളാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ഇപ്പോൾ ചൈന പവർ എന്ന് പറഞ്ഞ കമ്പനി 70%, പിന്നെ ഫ്രോണ്ടിയർ വർക്ക് ഓർഗനൈസേഷൻ 30%. ഫ്രോണ്ടിയർ വർക്ക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ കമ്പനിയാണ്. അപ്പോൾ പാകിസ്ഥാൻ പട്ടാളവും ചൈനയും കൂടിയാണ് POKയിൽ പണിയുന്നത്. അതപ്പോൾ ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായ പണിയാണ് എന്തായാലും POKയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പട്ടാള കമ്പനിയും ചൈന പവറും കൂടി ഒരു കൺസോർഷ്യം രൂപവൽക്കരിച്ചിട്ടാണ് ഡാം അത് പണി തുടങ്ങാൻ പോകുന്നു. 2020 ഇമ്രാൻഖാൻ പണിയൊക്കെ ഉദ്ഘാടനം ചെയ്തിരുന്നു. പിന്നെ പണമില്ലാതെ വന്നാണ്. 1897 ജിഗാവാട്ട് പ്രതിവർഷം അവിടെ വൈദ്യുതി ഉൽപ്പാദനം നടക്കും. പ്രാദേശിക പ്രക്ഷോഭങ്ങൾ ഇതിനെതിരെ ഉണ്ട്. POKയിൽ കുറേ പ്രക്ഷോഭങ്ങൾ ഇതിനെതിരെ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ജനമൊക്കെ പ്രക്ഷോഭം നടത്തിയിരുന്നല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ജലവൈദ്യുത പദ്ധതി ഉണ്ടായാൽ POKയ്ക്ക് അതുകൊണ്ട് ഗുണം കിട്ടില്ല. അപ്പോൾ പഞ്ചാബിലേക്കോ സിന്ധിലേക്കോ ഒക്കെയാണ് തിരിച്ചു വിടുക എന്നുള്ളതാണ് അവിടെ പ്രക്ഷോഭം മുമ്പ് നടക്കാനുള്ള കാരണം. കഴിഞ്ഞ ഓഗസ്റ്റിലൊക്കെ പ്രക്ഷോഭം നടന്നിരുന്നു POKയിൽ. പിന്നെ അവിടുന്ന് സൗജന്യ വൈദ്യുതി അവിടുത്തെ ജനത്തിന് കിട്ടണമെന്ന് ആവശ്യമുണ്ട് അവർക്ക്. അതൊന്നും പാകിസ്ഥാൻ ചെയ്തു കൊടുക്കില്ല. പുനരധിവാസ സൗകര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ഇതുവരെ ആ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൽ ഇൻവെസ്റ്റ് ചെയ്ത പണത്തിൽ നിന്ന് ഒരു ലാഭവും 5 പൈസ പോലും ചൈനയ്ക്ക് അത് വേണ്ടല്ലോ. ചൈനയ്ക്ക് ഭൂമിശാസ്ത്രപരമായ താല്പര്യങ്ങളാണ്. കുറേ പാകിസ്ഥാൻ വലിയ കടക്കണിയിലായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ധാതുക്കൾ അങ്ങനെയുള്ള താല്പര്യങ്ങളിലൊക്കെ ഇടപെടാം. ഇപ്പം തന്നെ പാകിസ്ഥാന് പോലും അമേരിക്കയ്ക്ക് പോലും ചില താല്പര്യങ്ങളുണ്ട് മിനറൽസ് ബലൂചിസ്ഥാനിലൊക്കെ. അപ്പോൾ അങ്ങനെ ഈ നമ്മുടെ അതിർത്തിയിൽ ആ അഫ്ഗാൻ്റെ അടുത്തുള്ള ഒരു കോറിഡോർ അതും ചൈന കണ്ണുവെച്ചിട്ടുണ്ട്. അത് അഫ്ഗാനിസ്ഥാന് ഗുണമൊന്നുമില്ല. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് കടന്നു വരാനായിട്ട് എളുപ്പമുള്ളൊരു ഇടനാഴിയാണ്. POKയിലേക്ക് വരാം ആ ഇടനാഴി വഴി. അപ്പോൾ POK പതുക്കെ ചൈനയ്ക്ക് പാട്ടത്തിന് കുറെ പ്രദേശങ്ങൾ കൂടി കൊടുക്കാൻ പോകുന്നു എന്നും പറഞ്ഞു ഒരു വാർത്ത ഉണ്ടായിരുന്നു. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ POK ഈ ചൈനയുടെ കയ്യിൽ ചുമലിൽ വെച്ചിട്ട് അതിൽ നിന്ന് തലയൂരാമെന്ന് ചിലപ്പോൾ പാകിസ്ഥാൻ കരുതുന്നുണ്ടാകാം. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പദ്ധതികൾ വരുന്നത്. കാരണം ചൈനയുടെ താല്പര്യങ്ങൾ മുഴുവൻ POKയിൽ ഊട്ടിയുറപ്പിച്ചാൽ പിന്നെ പ്രശ്നം ചൈനയും ഇന്ത്യയും തമ്മിലാവും. ഏതായാലും പാകിസ്ഥാൻ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിലനിൽപ്പാണ് പ്രശ്നം. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചൈനയെ കൂട്ടുപിടിക്കുക. ചൈനയെ കൂട്ടുപിടിച്ചിട്ട് ഇന്ത്യക്കെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ഞാനും മുതലച്ചാരും കൂടെ പാലം കുലുക്കി എന്ന് പണ്ടൊരു ഉറുമ്പ് പറഞ്ഞതുപോലെയാണ്. ഏതായാലും പാകിസ്ഥാനിൻ്റെ കളികൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അറിയുന്നുണ്ട്. നമ്മൾ വേണ്ട നടപടികൾ
നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. പക്ഷേ അത് എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. സർക്കാർ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട് പല ആക്ഷൻ പ്ലാനുകളുണ്ടല്ലോ, പ്ലാൻ എയും ബിയും സിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം, മറികടക്കാം എന്നതൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.